APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ മൂന്നാമത് കരിക്കുലം 2024 ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിനാണ് ഇന്ന് ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, വൈസ് ചാൻസലർ, യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ ഷാലിജ്, സിൻഡിക്കേറ്റ് അംഗം സഞ്ജീവ്, അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ അക്കാഡമിക്സ് ഡോക്ടർ വിനു, ഡയറക്ടർ അക്കാഡമിക്സ് ഡോക്ടർ ലിബിഷ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതിനിധിയായി യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള അജയൻ സാർ അടക്കം പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരെ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ മറ്റ് അധികൃതരെ, കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പാണ് ഇത്തരം ഒരു കരിക്കുലം റിവൈസ് ചെയ്യണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മുമ്പോട്ട് വന്നത്. പോസ്റ്റ് കോവിഡിന് ശേഷം, കോവിഡ് അനന്തരം ലോകത്തെമ്പാടും നടന്നിട്ടുള്ള ഡിജിറ്റൽ അഡ്വാൻസ്മെൻറ്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എല്ലാം ഉൾക്കൊള്ളുന്നതും വരും കാലത്ത് അത് അതേ പേസിൽ തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നൂതനമായിട്ടുള്ള കരിക്കുലമാകണം കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായി കൊടുക്കേണ്ടത് എന്ന വലിയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറും ഒരു കരിക്കുലം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടായി. ഈ കരിക്കുലം കമ്മിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിലുള്ള നിലവിലുള്ള അധ്യാപകരല്ലാതെ പുറത്തുനിന്നുള്ള വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള വിദഗ്ധരെയും IIT, NIT പോലുള്ള സ്ഥാപനങ്ങളിലെ വിദഗ്ധരെയും ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതുപോലെ നമ്മുടെ ഡയറക്ടറായിരുന്ന ഡോക്ടർ MS രാജശ്രീ അടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കരിക്കുലം കമ്മിറ്റിയായിരുന്നു. ആ കരിക്കുലം കമ്മിറ്റി വിവിധ സമയങ്ങളിൽ കൂടി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും ആ ഡ്രാഫ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അധികൃതരെ ഏൽപ്പിക്കുകയും അങ്ങനെ ഡീൻ അക്കാഡമിക്സിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ വിനു തോമസും അതുപോലെ ഡോക്ടർ ലിബീഷും എല്ലാം ചേർന്ന് അതിന് കൂടുതൽ രൂപം കൊടുക്കുകയും ഏതാണ്ട് 27 ഐട്രേഷൻസിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഇന്നിപ്പം ഇതിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നിരവധി വട്ടങ്ങളിൽ മീറ്റിംഗ് നടത്തുകയും ഓരോ തവണ അവർ മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അതിലേറ്റവും ഗുണകരമായിട്ടുള്ളതിനെ ഉൾക്കൊള്ളുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കരിക്കുലവുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഈ കരിക്കുലം നമ്മുടെ വിദ്യാർത്ഥികളെ എഞ്ചിനീയറിംഗ് മേഖലയിൽ കേവലം തൊഴിൽ അന്വേഷകരായി പോവുക മാത്രമല്ല, തൊഴിൽ ദാതാക്കളായി മാറ്റുന്ന വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുന്ന ഒരു കരിക്കുലമാണ് എന്നാണ് യൂണിവേഴ്സിറ്റിക്ക് അവകാശപ്പെടാനുള്ളത്. എല്ലാ അർത്ഥത്തിലും അത് കേരള സമൂഹത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകുകയും അത് ഏറ്റവും ആകർഷകരമാക്കുകയും ചെയ്യുന്ന ഒരു കരിക്കുലമാണ് എന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയും. ഇതിനകം തന്നെ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ കരിക്കുലത്തെ കാണുമ്പോൾ ആ നിലയ്ക്കുള്ള വലിയ പ്രശംസയുമായി അവർ മുമ്പോട്ട് വരുന്നുണ്ട്. വളരെ ചുരുക്കത്തിൽ ഇത്രയും മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഏറ്റിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ്. നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ ഒരു വിജ്ഞാന സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആകെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഏറ്റവും ആദരവോടുകൂടി ഈ കരിക്കുലം ഇവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ തന്നെ കിട്ടിയത് വളരെ സന്തോഷം നിറഞ്ഞ ഒന്നാണ്. എല്ലാവർക്കും വേണ്ടി ഏറെ ആദരവോടുകൂടി ഡോക്ടർ ആർ ബിന്ദുവിനെ ഈ കരിക്കുലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുവാനായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേദിയിലുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് സാർ ഇന്ത്യയിലും ലോകത്തിലും അറിയപ്പെടുന്ന ടെക്നോക്രാറ്റ് ടേൺഡ് മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്. ഏത് കാര്യത്തിനും ഒരു സൊല്യൂഷനുള്ള അത്ര വൈദഗ്ധ്യമുള്ള സാറാണ്. സാറിൻ്റെ നേതൃത്വത്തിൽ ഈ കരിക്കുലം തയ്യാറാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്.
നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സാറിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ കരിക്കുലത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഞങ്ങൾക്കൊപ്പം ഡീൻ റിസർച്ചായി പ്രവർത്തിക്കുകയും തുടർന്ന് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനായി മാറുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ ഷാലിജുണ്ട്. സഞ്ജീവ് ഈ സിൻഡിക്കേറ്റിൻ്റെ വളരെ ഇൻസ്ട്രുമെൻ്റലായിട്ടുള്ള റോൾ വഹിച്ചിട്ടുള്ള ആളാണ്. സിൻഡിക്കേറ്റ് ഈ കരിക്കുലം അതിൽ ഏത് ഘട്ടത്തിലൊരു വ്യതിയാനം വരാൻ ആളുകൾ കൺവെൻഷനലായി സാമ്പ്രദായിക ചിന്തയുടെ ഫലമായി നമ്മളെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പലപ്പോഴും മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ മാറ്റമല്ല വേണ്ടത്. ഇതിലേറ്റവും പുരോഗമനപരമായ ആധുനികമായ സംഗതികളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് വളരെ കർക്കശമായ നിലപാടെടുത്തിട്ടുള്ളതാണ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ്. ആ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും അതിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാപകലില്ലാതെ ഈ കരിക്കുലത്തെ തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ആളുകളാണ് ഡോക്ടർ വിനു തോമസും ഡോക്ടർ ലിബീഷ് അടക്കമുള്ള ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ടീം. ആകെ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ വിഷ്വൽ പ്രിൻ്റ് മീഡിയ അംഗങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ ഏറ്റവും വിനയത്തോടുകൂടി സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പാഠ്യപദ്ധതി കാലാനുസാരിയായി നവീകരിക്കപ്പെട്ട് ഇവിടെ ഇന്ന് അവതരിപ്പിക്കപ്പെടുകയാണ്. കേരളീയ സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കണമെന്നും ഒരു വിജ്ഞാന സമ്പദ്ഘടനയിലൂടെ നമ്മുടെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കണമെന്നും അതിലൂടെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കണമെന്നും എല്ലാം സർക്കാർ ഇതിനകം തന്നെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമെന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അത് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വരികയാണ്. അതിന് ഏറ്റവും അധികം മുൻപിൽ നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ മേഖലയിൽ അഭൂതപൂർവമായിട്ടുള്ള കുതിച്ചുചാട്ടത്തിനാണ് ഇന്ന് മാനവരാശി സാക്ഷ്യം വഹിക്കുന്നത്. ഓരോ നിമിഷവും ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടുവരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മർമ്മപ്രധാന മേഖലകളെയും കാര്യമായ നിലയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഡാറ്റ സയൻസും എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയെ കൃത്യമായി സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ കലാലയങ്ങളിലും അതുപോലെ സാമൂഹ്യ ജീവിതത്തിലും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് ലോകത്തിൻ്റെ തന്നെ മുന്നിൽ കിടപിടിക്കുന്ന നിലയിലുള്ള നമ്മുടെ കേരള മോഡലിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രധാന പരിഗണന നൽകിക്കൊണ്ടുള്ള സമീപനം സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പൊതു കലാലയങ്ങളിലെ 4 വർഷ UG ബിരുദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിക്കുലം പരിഷ്കരണം സമഗ്രമായ നിലയിൽ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കോഴ്സ് ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അനിവാര്യമായി നമ്മൾ മാറ്റം വരുത്തേണ്ടുന്ന ഒരു മേഖല എൻജിനീയറിംഗ് പഠനത്തിൻ്റെ മേഖലയാണ് എന്ന് നേരത്തെ തന്നെ കാണുകയും അതിനനുസൃതമായിട്ടുള്ള ഒട്ടേറെ ശില്പശാലകളും കുടിയിരിപ്പുകളുമെല്ലാം വിവിധ തലങ്ങളിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും KTUവിൻ്റെയും ഭാഗത്തു നിന്ന് സംഘടിപ്പിക്കുകയും അങ്ങനെ വിശദമായിട്ടുള്ള ആലോചനകളുടെ ഭാഗമായിട്ട് പുതിയ കരിക്കുലം കാലാനുസാരിയായി പരിഷ്കരിക്കപ്പെട്ട നിലയിൽ വികസിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. സ്വാഗത പ്രസംഗത്തിൽ അതിനായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പരാമർശിക്കുകയുണ്ടായി. ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ കലാലയങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന നിലയിലും തൊഴിൽപരമായിട്ടുള്ള സാധ്യതകളിലേക്കും ഗവേഷണോന്മുഖമായ പ്രവർത്തനങ്ങളിലേക്കും പോകാൻ കഴിയുന്ന നിലയിലുമൊക്കെ നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സർഗാത്മകമായ അന്തരീക്ഷം ഉറപ്പാക്കുക എന്നുള്ളതാണ്
പ്രധാനമായിട്ടും ഈ പാഠ്യപദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം സംരംഭകത്വ താൽപ്പര്യം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പ്രശ്നമായി നിലനിൽക്കുന്ന അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന വിഷയത്തെ അഭിസംബോധന ചെയ്യാനും നമുക്ക് ഇതിലൂടെ സാധിക്കും. അതുപോലെ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നുണ്ട്. പുതുതലമുറ കോഴ്സുകളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡാറ്റ സയൻസ് തുടങ്ങിയ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അങ്ങനെ പുതിയ സാങ്കേതിക വിദ്യയുടെ എല്ലാ അംശങ്ങളും എൻജിനീയറിംഗ് കോഴ്സുകളിലേക്ക് കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പരിചയപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ കൂടിയാണ് ഈ കരിക്കുലം ഫ്രെയിംവർക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഞാനിവിടെ ചുരുക്കി സൂചിപ്പിക്കാം. ഒന്നാമത് ഇൻഡസ്ട്രി അക്കാദമി ഇൻ്റർഫേസ് ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. വ്യാവസായിക മേഖലയുമായി സഹകരിക്കുക. അപ്പോൾ കേവലം തൊഴിലന്വേഷകർ എന്നുള്ള നിലയിൽ നിന്ന് തൊഴിൽദായകരായും തൊഴിൽ സൃഷ്ടാക്കളുമായുമൊക്കെ മാറാൻ സാധിക്കാവുന്ന വിധത്തിൽ വ്യവസായ സജ്ജരായിട്ടും സംരംഭകത്വ ശേഷിയുള്ളവരായിട്ടുമൊക്കെ കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്. അതിനാവശ്യമായ അക്കാദമിക് വ്യവസായ സഹകരണം ശക്തിപ്പെടുത്തുക. അതുപോലെ പ്രൊജക്റ്റ് അധിഷ്ഠിത പഠനം ചെയ്തു പഠിക്കുക, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ നൂതനമായ ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം. അതിന് ഉതകുന്ന ഒന്നാണ് പ്രൊജക്റ്റ് അധിഷ്ഠിത പഠനം എന്നുള്ളത്. ഇപ്പോൾ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു നൂതനാശയം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥിക്ക് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ KDISCും കേരള സ്റ്റാർട്ടപ്പ് മിഷനും എല്ലാവരും ചേർന്ന് നൽകുന്നുണ്ട്. മെൻറ്ററിങ്ങും ഗൈഡ്ഷിപ്പും എല്ലാം നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രൊജക്റ്റ് അധിഷ്ഠിത പഠനം എന്ന ഭാഗം ഈ കരിക്കുലം ഫ്രെയിംവർക്കിൽ പ്രാധാന്യത്തോടു കൂടി കാണുന്നുണ്ട്. അതിന് വ്യത്യസ്തങ്ങളായ ഏജൻസികൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാസ്കോം, KDISC, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയ സർക്കാർ ഇതര സംരംഭങ്ങളുടെ സഹകരണം ഉറപ്പാക്കും. അതുപോലെ സാമൂഹ്യ പ്രസക്തിയുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുക എന്നുള്ളത് KTU വളരെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു ചുമതലയാണ് കഴിഞ്ഞ വർഷം ഏറ്റെടുത്തത്. 1000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ പ്രൊജക്റ്റുകൾ സർവകലാശാല ഏറ്റെടുത്തു. ഞാൻ ഈ സന്ദർഭത്തിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറെയും ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ മുൻകൈയെടുത്ത സിൻഡിക്കേറ്റിനെയും ഏവരെയും അഭിനന്ദിക്കുകയാണ്. അപ്പോൾ കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൂടി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകളെയും മറ്റ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും എക്യുപ്ഡ് ആക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. അതിന് ഇപ്പോൾ KDISCിൻ്റെ പിന്തുണ കൂടി ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ പുത്തനാശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പുതിയ അറിവിൻ്റെ പ്രൊഡ്യൂസേഴ്സായി മാറാൻ കുട്ടികളെ സഹായിക്കുക, അതിനു വേണ്ട എല്ലാ പിന്തുണയും അവർക്ക് നൽകുക എന്നുള്ളത് പ്രാധാന്യത്തോടു കൂടി കാണുകയാണ്. അതിന് ഉതകുന്ന പ്രൊജക്റ്റുകൾ അവർക്ക് ഏറ്റെടുക്കാനും ആ നൂതനാശയങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് പരാവർത്തനം ചെയ്ത് സാക്ഷാത്കരിക്കാനും സാധിക്കണമെന്നുള്ളതാണ്. ട്രാൻസ്ലേഷണൽ റിസർച്ചിന് വലിയ പ്രാധാന്യമാണ് ഈ സർക്കാർ നൽകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ സയൻസും പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അവബോധം ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ എല്ലാ പഠനശാഖകളിലും ഈ പുത്തൻ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എൻജിനീയറിങ്ങിൻ്റെ ഏത് ബ്രാഞ്ചിൽ പഠിച്ചാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതി. അതുപോലെ ഇൻറ്റേൺഷിപ്പ്, വർദ്ധിച്ച അളവിൽ ഇൻറ്റേൺഷിപ്പുകൾ ഏറ്റെടുക്കാൻ വിദ്യാർത്ഥികളെ തയ്യാറാക്കിക്കൊണ്ട് അനുഭവ സമ്പത്ത് ആർജിക്കാൻ പ്രായോഗിക പരിശീലനം, അതിനുള്ള സാധ്യതകൾ കൂടുതലായി ഒരുക്കുക എന്നുള്ളത് പ്രാധാന്യത്തോടു കൂടി കാണുന്നു.
4 മാസം മുതൽ 6 മാസം വരെ കുട്ടികൾക്ക് തിരഞ്ഞെടുത്ത സ്ഥാപനങ്ങളിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള അവസരമാണ് നൽകുന്നത്. ഇൻറ്റേൺഷിപ്പിന് പുറമെ പാഠ്യപദ്ധതിയുടെ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിലും വ്യവസായ സ്ഥാപനങ്ങളും കോളേജുകളുമൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കും. പിന്നെ വിദ്യാർത്ഥികളുടെ വൈവിധ്യം, ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള ഗ്രൂപ്പുകളാണല്ലോ വിദ്യാർത്ഥി സമൂഹം. അവരുടെ ബൗദ്ധികമായിട്ടുള്ള കഴിവുകളും വ്യത്യസ്തങ്ങളാണ്. വ്യത്യസ്ത ബൗദ്ധിക തലങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ചലഞ്ച് കോഴ്സുകൾ എന്നുള്ളത് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്കാദമിക് ക്രെഡിറ്റുകൾ നേടുന്നതിന് സഹായകരമായ വിധത്തിൽ ചലഞ്ച് കോഴ്സുകൾ എന്നുള്ള രീതിയിൽ പഠിക്കാവുന്ന വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചലഞ്ച് കോഴ്സുകളിലൂടെ ബിടെക് പൂർത്തിയാക്കാൻ ആവശ്യമുള്ള 170 ക്രെഡിറ്റുകൾ വിദ്യാർത്ഥിക്ക് നേടാൻ സാധിക്കും. അവസാന 2 സെമസ്റ്ററുകളിൽ 1 സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊന്ന് IPRുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പേറ്റൻറ്റുകൾ ലഭ്യമാക്കുക, റിസർച്ച് ആക്ടിവിറ്റീസ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഇന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സഹായത്തോടു കൂടി സംരംഭകത്വത്തെ സംബന്ധിച്ചും IPRനെ സംബന്ധിച്ചുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായകരമായ കോഴ്സുകൾ കൂടി ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ നൂതനമായ ആശയങ്ങൾ നേടിയെടുക്കാനും അതുപോലെ റിസർച്ചിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ, പേറ്റൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കേണ്ട അനിവാര്യത ഫാക്കൽറ്റിക്കും സ്റ്റുഡൻസിനുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്യാമ്പസിൽ സജീവ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ സാധിക്കാവുന്ന വിധത്തിൽ തന്നെ നമുക്ക് ആ കാര്യം ഉപയോഗപ്പെടുത്താനാവണം. അതുപോലെ സംരംഭകത്വത്തിൻ്റെ കാര്യത്തിൽ മൈനർ വിഷയം എന്നുള്ള നിലയിൽ സംരംഭകത്വ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട കോഴ്സും കുട്ടികൾക്ക് എടുക്കാൻ സാധിക്കും. തൊഴിൽ നൈപുണ്യമുള്ള എഞ്ചിനീയർമാരെയാണ് വ്യവസായങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്രൊജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്, പ്രായോഗികമായിട്ടുള്ള പ്രൊജക്റ്റ് അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നത്. അതുപോലെ ഐച്ഛിക വിഷയങ്ങൾ, തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളുടെ കാര്യത്തിൽ വൈവിധ്യവും അതുപോലെ വിപുലമായിട്ടുള്ള സാധ്യതകളും പുതിയ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും അവരുടെ കരിയർ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും കഴിയുന്ന വിധത്തിലുള്ള വിപുലമായ സാധ്യതകളാണ് കോഴ്സുകളുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതുപോലെ മുൻകാലങ്ങളിൽ എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും, എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്കും ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി അതെല്ലാം ഒരേ മട്ടിലാണ് പഠിപ്പിച്ചിരുന്നത്, ഒരേ സിലബസ് വച്ചാണ് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള തരത്തിലായിരിക്കും ഈ വിഷയങ്ങൾ പഠിപ്പിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന മാത്സും ഫുഡ് ടെക്നോളജിയിൽ പഠിക്കുന്ന മാത്സും വ്യത്യസ്തമായിരിക്കും. അവരുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ആ രീതിയിലാണ് ആ വിഷയത്തെ സമീപിക്കുക. അതുപോലെ വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള ഒരു സമീപനമാണ് ക്യാമ്പസിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വികസിപ്പിക്കുന്നത്. വിദ്യാർത്ഥി ഒരു പാസീവ് കൺസ്യൂമർ എന്ന നിലയിൽ നിന്ന് ആക്റ്റീവ് പ്രൊഡ്യൂസർ ഓഫ് നോളജ് എന്ന നിലയിലേക്ക് മാറുകയാണ്. ഒരു പാസീവ് റെസിപ്പിയൻ്റ് ഓഫ് നോളജ് എന്ന നിലയിൽ നിന്ന് ഒരു ആക്റ്റീവ് ഏജൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് നോളജ് എന്നുള്ള രീതിയിലാണ്. അതുപോലെ പല രീതിയിലുള്ള ബഹുമുഖ തൊഴിലുകൾക്കായിട്ട് പുതിയ തലമുറ എഞ്ചിനീയർമാരെ വാർത്തെടുക്കുക എന്നുള്ളത് ഈ പാഠ്യപദ്ധതിയുടെ ലക്ഷ്യമാണ്. ഡിജിറ്റൽ ടൂളുകൾ, സംരംഭകത്വ വൈദഗ്ധ്യം, അന്താരാഷ്ട്ര മത്സരക്ഷമത, ഇതിലെല്ലാം ശ്രദ്ധയൂന്നുന്ന ഒരു കരിക്കുലം ഫ്രെയിംവർക്കാണ്. അതിനനുസരിച്ചുള്ള സിലബസുകളാണ് വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി രൂപീകരിച്ച് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും വിപ്ലവകരമായൊരു മാറ്റമാണ്
നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകുക. ഇപ്പം തന്നെ 460-ലേറെ ടെക്നോ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് നമ്മുടെ കണക്ട് കരിയർ ടു ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. KDISCിൻ്റെയും KKEMൻ്റെയും ഒക്കെ യോജിച്ചുള്ള പ്രവർത്തനം ഈ മേഖലയിലുണ്ട്. ആ ടെക്നോ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും നമ്മുടെ എല്ലാ കലാലയങ്ങളിലും പ്രത്യേകിച്ച് എല്ലാ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന പദ്ധതി KDISC ആണ് പ്രധാനമായിട്ടും നടപ്പാക്കുന്നത്. ആ ഒരു പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ പോളിടെക്നിക് കോളേജുകളിൽ യങ് ഇന്നോവേറ്റേഴ്സ് ക്ലബ്ബുകൾ ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ആനുഷംഗികമായിട്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ സംരംഭകത്വ താല്പര്യങ്ങളും അവരുടെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് പൊതുവിൽ ഇപ്പോൾ സ്വീകാര്യമായിട്ടുള്ളത്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് വിഷയത്തിൽ പ്രാവീണ്യമുള്ള എഞ്ചിനീയർമാരെ സൃഷ്ടിക്കുക എന്നതോടൊപ്പം തന്നെ സാമൂഹ്യബോധവും സാമൂഹ്യമായ ഉത്തരവാദിത്വവുമുള്ള വ്യക്തികളായിട്ടും വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ കരിക്കുലം ഫ്രെയിംവർക്ക് ലക്ഷ്യമിടുന്നുണ്ട്. എൻജിനീയറിങ്ങിൻ്റെ സാധ്യതകളെ നാടിന് അനുയോജ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് ഉപയുക്തമാക്കാൻ കഴിവുള്ള വിധത്തിൽ ഇടപെടൽ ശേഷിയുള്ള വിദ്യാർത്ഥികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ വികസനാത്മക ആവശ്യങ്ങൾക്ക് അനുസരിച്ച് സംഭാവന ചെയ്യാനും അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും കഴിയുന്ന വിധത്തിൽ സമൂഹത്തിനും വ്യാവസായിക മേഖലയ്ക്കുമൊക്കെ ഗുണപരമായി സംഭാവന ചെയ്യാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിന് സഹായകരമായിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കരിക്കുലത്തിൻ്റെ സിലബസ് തയ്യാറാക്കുന്നതിന് 4 ദിവസങ്ങളോളം എടുത്തുകൊണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഒരു റെസിഡൻഷ്യൽ ശില്പശാല സർവകലാശാല സംഘടിപ്പിച്ചിരുന്നു. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യ സെമസ്റ്റർ മുതൽ 8ാം സെമസ്റ്റർ വരെയുള്ള സിലബസ് സമ്പൂർണമായും തയ്യാറാക്കാനാണ് സർവകലാശാല ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പ്രവർത്തനങ്ങളാകെ ഏറ്റവും മികച്ച നിലയിൽ ഏറ്റെടുത്ത അത് നിറവേറ്റിയ സർവകലാശാലയുടെ എല്ലാ സാരഥികളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അതുപോലെ സർവകലാശാലയുടെ മുൻ VC ആയിരുന്ന ഡോക്ടർ MS രാജശ്രീയെ പോലെയുള്ളവർ നടത്തിയിട്ടുള്ള സംഭാവനകളും പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതാണ്. ഇതോടൊപ്പം തന്നെ ഒരു സ്റ്റാർട്ടപ്പ് പോളിസിയും തയ്യാറാക്കിയിട്ടുണ്ട്. നമസ്കാരം. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വളരെ വിശദമായി KTUവിൻ്റെ കരിക്കുലത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിച്ചിട്ട് കഴിഞ്ഞു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2014 KTU തുടങ്ങിയ ശേഷം 2015 അധ്യയനം തുടങ്ങിയത്. അന്നാണ് ആദ്യത്തെ കരിക്കുലം വന്നത്. അതിനുശേഷം 4 കൊല്ലത്തിന് ശേഷമാണ് 2019 അതിൻ്റെ ഒരു റിവിഷൻ നടന്നു. പക്ഷെ അതൊരു മേജർ റിവിഷൻ ആയിരുന്നില്ല. 2024 10 കൊല്ലം തികയുന്ന ഈ കൊല്ലത്തിൽ വളരെ കാതലായ മാറ്റങ്ങൾ വരുത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തവണത്തെ കരിക്കുലം റിവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. 142 എഞ്ചിനീയറിംഗ് കോളേജിൽ ഏകദേശം 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പല വിഷയങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വൈവിധ്യമായിട്ടുള്ള ഈ വിദ്യാർത്ഥികളുടെ അവരുടെ അഭിരുചിക്ക് അനുവദിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കരിക്കുലമാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അവർക്ക് പല തരത്തിലുള്ള, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ, ഐച്ഛിക വിഷയങ്ങൾ എടുത്ത് അവർക്ക് അവരുടെ സ്പെഷ്യലൈസേഷൻ BTechൽ തന്നെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മൈനർ കോഴ്സുകൾ ചെയ്യാനും ഓണേഴ്സ് ചെയ്യാനും ഒക്കെ ഉള്ള പ്രൊവിഷനുള്ള ഒരു കരിക്കുലമാണ് ഇത്തവണ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ
വളരെ ഫാസ്റ്ററായിട്ട് ലേൺ ചെയ്യുന്ന ഒരു കുട്ടിയെ എങ്ങനെ കൂടുതൽ പെട്ടെന്ന് -1 സെമസ്റ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്കറിയാം യൂണിവേഴ്സിറ്റികളിൽ പലതിലുമുണ്ട്. അതുപോലെയുള്ളൊരു കൺസെപ്റ്റ് ഇത്തവണ KTUയിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഒരു ഫുൾ സെമസ്റ്റർ തന്നെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാതലായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കരിക്കുലമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിനെ സിലബസിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ എഗെയിൻ ഡൈവേഴ്സിറ്റി അനുസരിച്ചിട്ടുള്ള ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ ബ്രൈറ്റായിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ചലഞ്ചിങ് ആവുകയും എന്നാൽ ഒരു ആവറേജ് കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിലബസ് പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പല എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള അധ്യാപകർ ഒരുമിച്ച് കൂടിയിരുന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സിലബസ് പ്രിപ്പറേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടുകൂടി അത് പൂർത്തിയാകുമെന്നും ഇത്തവണത്തെ ബാച്ച് 2024 അഡ്മിഷൻ ബാച്ച് മുതൽ നമുക്ക് പുതിയ കരിക്കുലം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റികളെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും പ്രബുദ്ധരായ ഏറ്റവും ഈ നോളജ് റെവല്യൂഷനെ ലീഡ് ചെയ്യാൻ കഴിയുന്ന എഞ്ചിനീയേഴ്സിനെ വാർത്തെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കരിക്കുലം നിർമ്മിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഇതിനുവേണ്ടി ഒരുപാട് വളരെയധികം എക്സ്പേർട്സും യൂണിവേഴ്സിറ്റിയുടെ ഭാരവാഹികളും ഇതിനുവേണ്ടി വളരെയധികം പരിശ്രമം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അതായത് നമുക്ക് അറിയാവുന്ന പോലെ നമ്മുടെ കോളേജുകളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് പല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും വരുന്നത്. ഒരുപക്ഷെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഒരു കുട്ടിക്ക് ഓൾറെഡി കുട്ടി സ്കൂളിലോ മറ്റോ നന്നായിട്ട് കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടാവും. മറ്റൊരു വിദ്യാർത്ഥി വളരെ നല്ലവണ്ണം മാത്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവർ ആ സെമസ്റ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് അടുത്ത സെമസ്റ്ററിലെ കോഴ്സ് അവർക്ക് എക്സാം എഴുതിയെടുക്കാൻ കഴിയും. അതിനെയാണ് ചലഞ്ച് കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും കരിക്കുലം മുഴുവൻ എഴുതാൻ പറ്റില്ല, പക്ഷേ അതിലൊരു ചെറിയ ഭാഗം ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ക്രെഡിറ്റ് വരെ ഒരു സെമസ്റ്റർ ഇരിക്കുമ്പോൾ തന്നെ അതിന് ശേഷമുള്ള സെമസ്റ്ററിലെ പരീക്ഷ മാത്രം എഴുതിയാൽ മതി. അത് പഠിക്കേണ്ട കാര്യമില്ല. പഠിക്കുന്ന വെച്ചാൽ അതിൽ പ്രയർ ലേണിങ്ങിനെയാണ് നമ്മൾ അതിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ അടുത്ത സെമസ്റ്ററിലെ കോഴ്സ് എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് ചലഞ്ച് ചെയ്യാം. അതിന് കുറച്ചുകൂടെ ഹയർ മാർക്സ് മേടിക്കണമെന്നുള്ളത്. ആ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ കോഴ്സിൻ്റെ ക്രെഡിറ്റ് കിട്ടും. അടുത്ത സെമസ്റ്ററിൽ പോകുമ്പോൾ ആ കുട്ടിക്ക് ആ കോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല, അത് അയാളുടെ ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഇതാണ് ചലഞ്ച് കോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഒരു ഫാസ്റ്റർ ലേണറിന് ഒരുപക്ഷെ 7 സെമസ്റ്റർ കൊണ്ട് തന്നെ 8 സെമസ്റ്ററിലെ കോഴ്സുകളും കംപ്ലീറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് കഴിയും. അങ്ങനെ ഒരു സെമസ്റ്റർ സേവ് ചെയ്യും. ആ സെമസ്റ്റർ പൂർണ്ണമായിട്ടും ഇൻറ്റേൺഷിപ്പിനോ ഇൻഡസ്ട്രിനോ ഒക്കെ വേണ്ടി അവർക്ക് വിനിയോഗിക്കാനും കഴിയും. ചലഞ്ച് കോഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ തീർക്കാൻ കഴിയും. അങ്ങനെയല്ല, ഇത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് സെമസ്റ്ററിലെ ഒരു കോഴ്സ് എനിക്ക് അറിയാവുന്നതാണ്. മാത്സ് 2 എന്ന് പറയുന്ന കോഴ്സാണെങ്കിൽ അതിൻ്റെ പരീക്ഷ എഴുതാം. ആ പരീക്ഷയുടെ ആൾക്ക് ക്രെഡിറ്റേ കിട്ടുള്ളൂ, അയാൾക്ക് CGPA ഗ്രേഡ് പോയിന്റ് ഉണ്ടാവില്ല. സാധാരണ 40 മാർക്കാണ് പാസ് മാർക്കെങ്കിൽ ഇതിന് 50 മാർക്ക് അയാൾ മേടിച്ചാൽ മാത്രമേ ആ കോഴ്സ് അയാൾക്ക് കിട്ടുള്ളൂ. ഇനി അഥവാ അയാൾക്ക് അത് ക്ലിയർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അടുത്ത സെമസ്റ്റർ വരുമ്പോൾ അയാൾക്ക് അത് പഠിച്ച് സാധാരണ പോലെ പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കോഴ്സുകൾ, മൊത്തം കരിക്കുലത്തിൻ്റെ കുറേ കോഴ്സുകൾ അവർക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയും. നേരത്തെ നമ്മൾ ഈ പ്രയർ ലേണിങ്ങിനെ, അതായത് വിദ്യാർത്ഥികൾ പലപ്പോഴും പല മേഖലകളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, അതെല്ലാം ഇതിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു കുട്ടിക്കാണെങ്കിൽ അയാൾക്ക് കൂടുതൽ സമയം ഇൻഡസ്ട്രി ബേസ്ഡ് പ്രൊജക്റ്റിലേക്കും ഇൻറ്റേൺഷിപ്പിലും ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ ഇതുവഴി കൊടുക്കുന്നുണ്ട്. ഇതുവരെ വച്ചിട്ടില്ല. ഇത് റെഗുലേഷൻസ് ആയിട്ടില്ല, റെഗുലേഷൻസ് ആവുന്നേ ഉള്ളൂ. കരിക്കുലം കഴിഞ്ഞിട്ടാണ് റെഗുലേഷൻസ് വരുന്നത്. റെഗുലേഷൻ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഏത് നിലയിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്യുന്ന കുട്ടികൾക്ക് നേരത്തെ ഒരു പർട്ടിക്കുലർ CGPA ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് റെഗുലേഷനിലാണ് വരുന്നത്. അതിനെക്കുറിച്ച് ഇതിൻ്റെ അടുത്ത തലത്തിലായിരിക്കും അതിനെക്കുറിച്ചുള്ള തീരുമാനം ഉണ്ടാകുന്നത്.
അത് അവർ റെഗുലർ കോഴ്സ് തന്നെയാണ് ചലഞ്ച് ചെയ്യുന്നത്. മാക്സിമം 20 ക്രെഡിറ്റ്സ് വരെ എൻറ്റയർ അവരുടെ കരിയറിൽ 8 സെമസ്റ്ററിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. മാത്രമല്ല സാർ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പ് ചലഞ്ച് മോഡ് ഓപ്റ്റ് ചെയ്തവർക്ക് മാത്രമല്ല, ഏത് കുട്ടിക്കും ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് 7th or 8th. അത് അവർക്ക് ബാക്കിയുള്ള അന്ന് ലാബ് ഉണ്ടാവില്ല, 7th 8th ലാബ് ഉണ്ടാകില്ല. പകരം തിയറി പേപ്പേഴ്സ് ഓൺലൈനായിട്ട് നമ്മൾ ഡെലിവർ ചെയ്യുന്നതാണ്. അവർക്ക് ആർക്കും ഓപ്റ്റ് ചെയ്യാം. ചലഞ്ച് മോഡ് ചെയ്യുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒരു തിയറി പേപ്പർ അന്ന് ചെയ്യേണ്ടി വരില്ല 7th 8th. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ബേസിക് സയൻസിൻ്റെ വെയിറ്റേജ് കുറയ്ക്കുകയല്ല ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഈ ഓഫർ ചെയ്യുന്ന 52 ബ്രാഞ്ചുകളിലും എല്ലാ കുട്ടികളും ഒരേ ഫിസിക്സും ഒരേ കെമിസ്ട്രിയും ഒരേ മാത്സും തന്നെയാണ് പഠിക്കുന്നത്. അത് മാറ്റുകയാണ് ചെയ്തത്. അത് സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട്, അവരുടെ ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ട് ഈ ഫസ്റ്റ് ഇയറിലെ സിലബസിനെയും കരിക്കുലത്തെയും റീഡിസൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട്. AICT മോഡൽ കരിക്കുലത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അവർ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നേരത്തെ വന്നൊരു വാർത്ത, പൊതുവേ ഇങ്ങനെ കണ്ടൊരു വാർത്ത, മാത്സിൻ്റെ ഒക്കെ ക്രെഡിറ്റ് ഇങ്ങനെ വല്ലാതെ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടിരുന്നു. അത് ശരിയല്ല. AICTയുടെ മോഡൽ കരിക്കുലത്തിൽ ഒരു 20% മാത്രമാണ് നമുക്കതിനകത്ത് വ്യതിചലിക്കാൻ കഴിയുന്നത്. AICT പറഞ്ഞ മാക്സിമം ക്രെഡിറ്റുകൾ തന്നെ ബേസിക് സയൻസ് സബ്ജക്ട്സിന് നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കേരളത്തിൽ ആകെ 6 or 7 എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള കരിക്കുലത്തിൽ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമാണ് ഇത്രയും കാലമായിട്ടും വന്നിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികളുടെ ഈവൻ കീം ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികൾ വരെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് വരുന്നുണ്ട്. അവിടെ ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് സാറും ബഹുമാനപ്പെട്ട മന്ത്രിയും പറഞ്ഞതുപോലെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റിയാണ് അവർ ചലഞ്ച് ചെയ്യുന്നത്. ബാക്കിയുള്ള കുട്ടികളെ കൂടെ മനസ്സിൽ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 6ാം സെമസ്റ്റർ കൊണ്ട് അവരുടെ ലാബ് എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കഴിയുന്നുള്ളത് കൊണ്ട് 7ഉം 8ഉം അവർക്ക് വളരെ ഫ്രീ ആയിട്ട് ഇൻറ്റേൺഷിപ്പിന് പോകാനും പറ്റും എന്നുള്ളതാണ്. സാറ് പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യം കൂടെ പറയാൻ, Day 1 എംപ്ലോയബിലിറ്റി എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം. ഇപ്പോൾ നമ്മുടെ ഏത് വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായാലും ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വാങ്ങുന്ന കുട്ടിക്കും ഒരു ബ്രിഡ്ജ് ഇല്ലാതെ എംപ്ലോയബിൾ ആകുന്നില്ല എന്നുള്ള വലിയ പരാതി നമ്മുടെ പ്രൊഫഷണൽ ഏജൻസീസിൽ നിന്ന് എപ്പോഴും കേൾക്കുന്ന IEEE പോലെ നാസ്കോം പോലുള്ള ഏജൻസികൾ, പ്രൊഫഷണൽ അസോസിയേഷൻസ് എപ്പോഴും പറയുന്നതാണ്. ഈ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിങ്ങിലേക്ക് മാറുന്നതോടുകൂടി Day 1 they are എംപ്ലോയബിൾ ഫ്രം Day 1 ഓൺവേർഡ്സ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ ഒരു മോട്ടീവായിട്ട് എടുത്തിട്ടുള്ളത്. മാത്സിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, വാർത്തയായതുകൊണ്ടാണ്. മോഡൽ കരിക്കുലത്തിൽ പറഞ്ഞിട്ടുള്ളത് അതൊരു ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ടാണ് മാത്സ് പറഞ്ഞിട്ടുള്ളത്. 8 to 12 ക്രെഡിറ്റ്സ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ മാക്സിമം 12 ക്രെഡിറ്റ്സ് തന്നെ എല്ലാ ബ്രാഞ്ചസിനും ഓഫർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ മാത്സിൻ്റെ ഒരു എലമെൻറ്റ് എൻജിനീയറിംഗ് സബ്ജക്ട്സിൽ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സിലും അതുണ്ട്. അത് നന്നായി പരിശോധിച്ച് ആ ബ്രാഞ്ചിനും ആ സബ്ജക്റ്റിനും ആവശ്യമായിട്ടുള്ള മാത്സ് ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലേക്കാണ് ഞങ്ങളുടെ ഈ വർക്ക്ഷോപ്പുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കോറ് പണ്ട് കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിലോ സെക്കൻഡ് സെമ്മിലോ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കോറ് ആ സെമ്മിൽ തന്നെ അവരുടെ ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകൾ അന്ന് തന്നെ ആരംഭിക്കുകയും തുടർന്ന് എലക്റ്റീവ്സ്, ഐച്ഛിക വിഷയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. കോറ് കുറച്ച് എലക്റ്റീവ്സ് കൂട്ടി. ആ എലക്റ്റീവ്സിൽ തന്നെ ഇൻഡസ്ട്രിയുമായി ചേർന്ന് ഡിസൈൻ ചെയ്യുന്ന എലക്റ്റീവ്സ് എല്ലാ ബ്രാഞ്ചസിനും ഉണ്ടാകും. ഇതാണ് ഇതിൻ്റെ മറ്റൊരു. അതെ, ബേസിക് സയൻസിൻ്റെ എലക്റ്റീവ് ഉണ്ട്. മാത്സിൽ തന്നെ ഒരു മൈനർ ഓഫർ ചെയ്യുന്നുണ്ട്. നന്നായി ഡിസൈൻ ചെയ്തൊരു മൈനർ മാത്സിലുണ്ടാകും. ആർക്കും അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇയറിൽ തന്നെ എല്ലാ ബ്രാഞ്ചസിനും മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഓൺട്രപ്രണർഷിപ്പും IPRലും ഒരു കോഴ്സ് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്നുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ തുടർച്ചയായിട്ട് അവർക്ക് 3rd സെം മുതൽ ഒരു മൈനറായി ഈ ഓൺട്രപ്രണർഷിപ്പ് എടുക്കാനുള്ള അവസരം ഉണ്ടാകും ആവശ്യമുള്ള കുട്ടികൾക്ക്. ഇയർ ഔട്ട് സിസ്റ്റം ഈ മാറ്റുകയല്ല ചെയ്തത്. ഈ കൊല്ലം ഒരു റിലാക്സേഷൻ കൊടുത്തത് ഈ ബാച്ച് കോവിഡ് ബാച്ചാണ്. ഒരു ബാച്ച്, അതായത് S7 പോയ കുട്ടികൾ അവർ കോവിഡിൻ്റെ കാലത്താണ് ജോയിൻ ചെയ്തത്. ഇപ്പോഴും S5 വരുന്ന കുട്ടികൾ കോവിഡ് കഴിഞ്ഞ ആ സമയത്ത് ജോയിൻ ചെയ്തത്. അതുകൊണ്ട്
മാത്രമാണ് S5-ലും S7-ലും ഒരു റിലാക്സേഷൻ കൊടുത്തത്. ഈ ഇപ്പോഴത്തെ ബാച്ചിൻ്റെ S7-ലെ റിലാക്സേഷൻ ഇല്ല. ഇനി പുതിയ കരിക്കുലത്തിൽ ഇത് റെഗുലേഷൻ്റെ ഭാഗമാണോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. കാര്യം ഇതുകൊണ്ട് എത്ര പേർക്കാണ് ഇതുകൊണ്ട് നഷ്ടം വരുന്നത്, എത്രയാണ് ക്വാളിറ്റി അതുകൊണ്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ കഴിയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അത് ക്വാളിറ്റിക്ക് ഉപകാരപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റെഡ് സിസ്റ്റം കണ്ടിന്യൂ ചെയ്യും. അത് ഇപ്പോൾ റെഗുലേഷൻ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ആ റെഗുലേഷൻ വന്നു കഴിയുമ്പോഴേ ആ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും കൂടി ആരംഭിക്കുകയാണ് ഈ വർഷത്തോടെ. ഇപ്പോൾ കൊട്ടാരക്കര IHRD ക്യാമ്പസിൽ സോഹോൻ്റെ ഒരു IT പാർക്ക് അവർ ആരംഭിച്ചു. അപ്പോൾ അതിൽ കുട്ടികൾക്ക് വർക്ക് ചെയ്യാം. വളരെ ദിഷണാശാലികളായിട്ടുള്ള കുട്ടികളെ അവർ അബ്സോർബ് ചെയ്യും. അല്ലാത്തവർക്കും എക്സ്പീരിയൻസ് അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ അത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ നമുക്ക് സ്ഥലം ലഭ്യമാകുന്ന ഇടങ്ങളിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടികളിലൂടെ പോവുകയാണ്. അല്ല, അവർ കരിക്കുലം നമ്മൾ യൂണിവേഴ്സിറ്റി അല്ലേ ഡിസൈൻ ചെയ്യുന്നത്. അല്ല, ഓവറോൾ ക്രെഡിറ്റ് സ്ട്രക്ചർ യൂണിവേഴ്സിറ്റി ഡിറ്റർമിൻ ചെയ്യും, പക്ഷേ കരിക്കുലം അവർക്ക് ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിക്കുലം അവർ അഡോപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ 2-3 കോളേജുകൾ ഓൾറെഡി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു, ഇത് അഡോപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നുള്ളത്. കാര്യം ആ രീതിയിലാണ് കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കരിക്കുലം ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അഡോപ്റ്റ് ചെയ്യുമല്ലോ. ഞങ്ങൾ ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ ഇത് ഞങ്ങളുടെ മുമ്പിൽ ഒരു ചലഞ്ചാണ്. നമ്മുടെ കൂടുതൽ കോളേജിലുള്ള കുട്ടികൾ കൈകാര്യം ചെയ്ത് ശീലിച്ചു പോകുന്ന കരിക്കുലത്തേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഓട്ടോണമസ് കോളേജുകളിൽ വരുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നം തന്നെയായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ യൂണിവേഴ്സിറ്റിയുടെ ആളുകളും എല്ലാ ഓട്ടോണമസ് കോളേജുകളുടെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉള്ളവരാണ്. 2 കോളേജുകൾ അവർ പുതിയ കരിക്കുലം ഓട്ടോണമസ് വിട്ടിട്ട് യൂണിവേഴ്സിറ്റി ഇതിലേക്ക് മാറാനായിട്ട് അവർ തീരുമാനിച്ചു. അതെടുത്ത് പറയുന്നത് ശരിയല്ലല്ലോ. അതൊന്നും പറയണ്ട. അല്ല, ഇത് കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ ശ്രമകരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് യൂണിവേഴ്സിറ്റി ചെയ്തത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. അവർ അത് ഉപയോഗിക്കട്ടെ. അത് പറ്റില്ല. പക്ഷേ ഇന്റേൺഷിപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ ഒരു തീരുമാനമെടുത്തു. കഴിഞ്ഞ റെഗുലേഷനിൽ ഇന്റേൺഷിപ്പ് പെർമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നും ഇൻഡസ്ട്രിയുടെ അടുത്തു നിന്നൊക്കെ. അപ്പോൾ അവർക്ക് ഞങ്ങൾ അത് പെർമിറ്റ് ചെയ്തുകൊണ്ട് ഈ തവണ ഞങ്ങൾ ധാരാളം കുട്ടികൾ കേരളത്തിലെ എല്ലാ കോളേജുകളിൽ നിന്നും ഇന്റേൺഷിപ്പിന് പോകുന്ന സ്ഥിതിയുണ്ട്. ചില കണ്ടീഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അവരുടെ CGPA ചില ലെവൽ, അതെല്ലാം അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന തരത്തിലുള്ള ഇന്റേൺഷിപ്പ് പെയ്ഡ് ആയണം, അവരങ്ങോട്ട് കൊടുക്കരുത്. പിന്നെ രണ്ടാമത് അല്ല എങ്കിൽ ഒരു ഗവൺമെൻറ് പബ്ലിക് സെക്ടർ കമ്പനികളാകണം എന്ന് നമ്മൾ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. കുറേയധികം കുട്ടികൾ അത് ഓപ്റ്റ് ചെയ്ത് അതിൻ്റെ നല്ല അപ്രീസിയേഷനാണ് ആ രംഗത്ത് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ 2-3 ചേഞ്ചസ് പ്രധാനമായിട്ടുള്ളത്. നമ്മളിപ്പം 60-40 ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. 60 എക്സ്റ്റേണൽ ഇവാലുവേഷനും 40% ഇൻറ്റേർണൽ ഇവാലുവേഷനുമാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള ഒരു വ്യത്യാസം അതാണ്. പിന്നെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് കൊണ്ട് ഇപ്പോൾ നിലവിൽ 3377 ആണ് KTUവിനെ സംബന്ധിച്ച് വരുന്നത്. അത് 40ലേക്ക് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറേ ഓൺ സ്ക്രീൻ മാർക്കിംഗ് വരും. ചില പേപ്പേഴ്സ് ഞങ്ങൾ ഇൻറ്റേർണലായി തന്നെ ഇവാലുവേറ്റ് 100% ആക്കാനും. ഈ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് 4 പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് കോഴ്സസ് ആണുള്ളത്. ഒരു പ്രോജക്റ്റിലൂടെ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അത് നമ്മൾ ഇതുപോലെ 60% ഇൻറ്റേർണലും 40% എക്സ്റ്റേണലുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഫ്രെയിം വർക്ക് ആയിട്ടില്ല.
പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ അധ്യാപകനായി സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് വന്ന ആളാണ്. ഞങ്ങൾ അധ്യാപകർക്ക് ഈ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് അത്ര ഫെമിലിയർ അല്ല കേരളത്തിൽ. അതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അധ്യാപകരെ ഉദ്ദേശിച്ചിട്ട് വളരെ ഒരു സീരീസ് ഓഫ് ട്രെയിനിങ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള പ്രൊഫസർമാരെ വെച്ചുകൊണ്ട് വർക്ക്ഷോപ്പുകൾ നിരന്തരം ഈ വർഷം ഫസ്റ്റ് ഇയർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിങ്ങിൻ്റെ പേപ്പറുകൾ വരുന്നത് S3-ലും S4-ലും ഒക്കെ മുതലാണ് വന്നു തുടങ്ങുന്നത്. അതിനു മുമ്പായിട്ട് KTUവിൻ്റെ കീഴിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ ടീച്ചേഴ്സിനെയും ആ വിഷയത്തിൽ ട്രെയിൻ ചെയ്തെടുക്കും. അതോടൊപ്പം ചേർന്ന് പറയേണ്ടത് AI ആൻഡ് ഡാറ്റാ സയൻസ് എല്ലാ ബ്രാഞ്ചസിനും വരുമ്പോൾ ഏത് പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഞങ്ങളുടെ HRD സെൻറ്റർ, ഞങ്ങൾക്കൊരു HRD സെൻറ്റർ ഉണ്ട്. HRD സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള ട്രെയിനിങ് അധ്യാപകർക്ക് കൊടുക്കും, വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യും. ഓൺ സ്ക്രീൻ മാർക്കിംഗ് വരും. ചില സബ്ജക്റ്റുകൾക്ക് നമ്മൾ ആലോചനയിലുണ്ട്, ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. റെഗുലേഷൻ ഞങ്ങൾ അതിൻ്റെ ഫ്രെയിം ചെയ്യുന്നേ ഉള്ളൂ. ഇതോടൊപ്പം മറ്റ് 2 കാര്യങ്ങളും കൂടെ പറയാനുള്ളത്, ജൂൺ 19 യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാർട്ടപ്പ് സെല്ലിൻ്റെയും IPR സെല്ലിൻ്റെയും ഇനോഗ്രേഷൻ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കും, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പങ്കെടുക്കും. അതോടൊപ്പം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ P രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടനം, അത് മസ്കറ്റിൽ വെച്ചാണ്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ആക്ച്വലി അതിനുശേഷം വളരെ വിശദമായ ഒരു പരിശോധന ഓരോ കോളേജുകളിലും നടത്തിയിട്ടുണ്ടായിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളും എക്സ്പേർട്ടും ആയിട്ടുള്ള ടീമുകൾ വിസിറ്റ് ചെയ്യുകയും അവിടെ ഉണ്ടായിട്ടുണ്ടാവുന്ന ലിമിറ്റേഷൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയുണ്ടായി. അതിന് അവർക്കുള്ള റെക്കമെൻഡേഷൻസും കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു സമയം കൊടുത്തിട്ടുണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വളരെ എല്ലാ കോളേജുകളിലും, അഫിലിയേഷനുള്ള എല്ലാ കോളേജുകളിലും, പ്രത്യേകിച്ച് മോശം റിസൾട്ട് എല്ലാ കോളേജുകളിലും കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ നടത്തിയിരുന്നു. അധ്യാപകരുടെ അഭാവമോ അല്ല അവരുടെ ക്വാളിഫിക്കേഷനോ അവരുടെ ടീച്ചിങ് രീതിയോ ഇതെല്ലാം കമ്മിറ്റി പരിശോധിക്കുകയും ചെയ്തിരുന്നു. അപ്പം എന്നാൽ അവസാനിപ്പിക്കല്ലേ? താങ്ക് യു സോ മച്ച്.